ഹലോ നമസ്കാരം, അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ BV380 കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പാലയിലുള്ള ജോസേട്ടൻ്റെ BV380 ഷെഡിലേക്കാണ്. അപ്പോൾ BV380 കോഴികൾ, അതായത് മുട്ടക്കോഴികളായിട്ട് കുറേ കാര്യങ്ങൾ പലവർക്കും സംശയങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ദൂരീകരിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോസേട്ടനോട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എൻ്റെ പേര് ജോസ് പി ജോർജ്. വീട് കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്ത് രാമപുരം ഏഴാശ്ശേരിയിലാണ്. ഞാനിവിടെ ഒരു BV380 കോഴികൾ ഒരു 300 എണ്ണത്തിനോളം വളർത്തുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ BV380 സുപരിചിതമായ കാലം മുതൽ, അതായത് ഏകദേശം ഒരു 7 വർഷം മുമ്പ് മുതൽ കോഴി വളർത്താൻ തുടങ്ങിയതാണ്. നമുക്ക് BV380 പലരും കോഴി വളർത്താൻ നഷ്ടമാണെന്ന് പറയുമ്പോഴും BV380 വളർത്താൻ എന്നെ സംബന്ധിച്ചോളം തികച്ചും ലാഭകരമാണ്. നമ്മളിവിടെ 2 രീതിയിലും BV380 വളർത്തുന്നുണ്ടായിരുന്നു. ലിറ്ററിലും ഉണ്ട്, കേജിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേജിൽ വളർത്തിക്കൊണ്ടിരുന്ന ഷെഡുകൾ എനിക്ക് വേറെ ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ ലിറ്ററിൽ മാത്രമാണ് വളർത്തുന്നത്. നമുക്ക് ലിറ്ററിൽ വളർത്തിയാലും മുട്ട ഉൽപ്പാദനത്തിൽ കുറവൊന്നും എന്നെ സംബന്ധിച്ച് വരുന്നില്ല. ഒരു കോഴിക്ക് 2 സ്ക്വയർ ഫീറ്റ് സ്ഥലം കൊടുത്തുകൊണ്ട് ലിറ്ററിൽ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കോഴികൾക്ക്. BV380 നമുക്കൊരു 80% മുട്ട കിട്ടുന്നുണ്ട്. പിന്നെ BV380 സംബന്ധിച്ച് ഏറ്റവും ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് കൊത്തു കൂടുന്നതിനുള്ളൊരു പ്രവണത കൂടുതൽ കാണിക്കുന്ന ഒരു കോഴീനമാണ്. അപ്പം നമ്മളതിന് ഗ്രോയി പ്ലസ് വിമ്രാൾ മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൊത്തു കൂടുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. എത്ര ml വീതം? അതായത് 100 കോഴിക്ക് 25 ml വിമ്രാളും 50 ml ഗ്രോയി പ്ലസും. ഈ ഗ്രോയി പ്ലസ് ലീവ് T2 എല്ലാ ദിവസവും കൊടുക്കണം. ഒരു ദിവസം മാത്രം ലീവ് T2ന് പകരം വിമ്രാൾ കൊടുത്താൽ മതി, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ കൊത്തു കൂടുന്ന പ്രശ്നം ഒഴിവാകും. വേറെ അസുഖങ്ങളൊന്നും, ഇതെല്ലാം വാക്സിനേറ്റ് ചെയ്താൽ നമ്മൾ അതായത് അങ്കമാലി ഏഞ്ചൽ ഹാച്ചറിയിൽ നിന്നും, അവർ കേരളത്തിലെ BV380 ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നത്. ഒറിജിനൽ തന്നെയാണ്. അവർ ഹാച്ചിങ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ വിരിയിക്കുന്നതാണ്. വെങ്കടേശ്വരയുടെ ഒറിജിനൽ കുഞ്ഞ് തന്നെയാണ്. കാരണം ഞാൻ ഒറിജിനലാണ് എടുത്ത് വയ്ക്കാൻ കാരണം പലരും കൊണ്ടുണ്ട്. ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ് BV380. ഇത് ഒറിജിനൽ കുഞ്ഞ് തന്നെയാണ്. നമുക്ക് നല്ല റിസൾട്ടാണ് ഇവയിൽ നിന്ന് കിട്ടുന്നത്. നമുക്കൊരു 80% മുട്ട, ഈ വേനലായിട്ട് പോലും 80% മുട്ട കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് നമ്മൾ SKMൻ്റെ ഫീഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രാൻഡഡ് ഫീഡ്, SKMൻ്റെ ഫീഡ് 100 ഗ്രാം കൊടുക്കും. 50 കോഴിയുടെ ഒരു ഷെഡാണിത്. 50 കോഴി വീതമാണ് നമ്മൾ വളർത്തുന്നത്. ഒത്തിരി കോഴികളെ ഒന്നിച്ചിട്ട് വളർത്തിയാൽ ഇതുങ്ങൾ തമ്മിൽ കൂടുതൽ ഇൻട്രാക്ഷൻ വന്ന് കൊത്തുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 50 കോഴികളെ വീതം വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 50 കോഴിക്ക് നമുക്ക് 2 തീറ്റപ്പാത്രവും, ബ്രോയിലർ കോഴിക്കൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള 2 തീറ്റപ്പാത്രവും ഒരു വെള്ളപ്പാത്രവും മതിയാവും. ഓക്കെ, ഇത് ഞാൻ ചോദിക്കട്ടെ ജോസറിന് ഇവിടുന്ന് ഈ BV380 കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുക അങ്ങനെ ഇല്ല? കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നില്ല. നമ്മളിതിനെ 45 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ അങ്കമാലിയിൽ നിന്ന് വാങ്ങിച്ച് മുട്ടയ്ക്കായിട്ട് വളർത്തുന്നു. മുട്ട ഉൽപ്പാദന ശേഷം അതിനെ ഇറച്ചിക്കായിട്ട് വിളിക്കുന്നു. ആ ഒരു സംഭവം മാത്രമേ നമ്മൾ കോഴിയുടെ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജോസറിൻ്റെ അനുഭവത്തിൽ ഏഞ്ചൽ ഹാച്ചറിയിൽ നിന്ന് മേടിക്കുന്ന BV380 എനിക്ക് എൻ്റെ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഇന്നുവരെ ഒരു ഫോൾട്ട് അവിടെ നിന്ന് വാങ്ങിച്ച കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം ഞാനിത് എടുത്ത് ചോദിക്കുന്നത് പലരും ചോദിക്കും ഒരു നല്ല സ്ഥലം ഏതാണ്, എൻ്റെ അഭിപ്രായത്തിൽ എടുക്കാൻ പറ്റുന്നത് എവിടെ നിന്നാണ് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല. കാരണം ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഇതുവരെ 7 വർഷം എടുത്തിട്ട് നമുക്ക് ഇതുവരെ അതിനകത്ത് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇത് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട് ഈ കോഴികളെല്ലാം തന്നെ. പിന്നെയുള്ള നമ്മൾ BV380 വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡേ ഓൾഡ് വാങ്ങിച്ച് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഒരു 1000 എണ്ണത്തിനെയൊക്കെ വളർത്താൻ, ഡേ ഓൾഡ് ബാക്കി വിൽക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഡേ ഓൾഡ് വളർത്താൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ല എങ്കിൽ 45 ദിവസം പ്രായമായ അല്ലെങ്കിൽ 50 ദിവസം പ്രായമായ കുഞ്ഞിനെ വാങ്ങിച്ച് വളർത്തുക. അതിനപ്പുറത്തേക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോയാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വരും. അതായത് മുട്ട ഇടാൻ തുടങ്ങിയ BV380 450 രൂപ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ളിടത്തു നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ കോഴിയെ വളർത്തി ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഒരു ആവറേജ് ഒരു BV380 കോഴി മുട്ടയിടാറാകുമ്പോൾ ഇന്നത്തെ സ്റ്റാർട്ടറിൻ്റെയും ഗ്രോവറിൻ്റെയും ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ ഒരു 280-290 രൂപയ്ക്ക് നമുക്കൊരു BV380 കോഴിയെ മുട്ടയിടിക്കാൻ സാധിക്കും. മുട്ടയിടുന്ന കോഴിയുടെ വിലയും അതിന് കൊടുക്കേണ്ട തീറ്റ, അതായത് നമ്മൾ 2 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ ഒരു 140 രൂപയ്ക്കാണ് കിട്ടുന്നത്. ആ കോഴിയുടെ വില പ്ലസ് 2 മാസം 1.5, പിന്നെ നമ്മളൊരു 3 മാസം അതിന് ഫീഡും കൂടി കൊടുക്കണം. ഒരു 4.5 മാസം ഒക്കെ ആകുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും. അതുവരെയുള്ള തീറ്റ ചെലവും കൂടി നോക്കുമ്പോൾ നമുക്കൊരു 280-290 രൂപയ്ക്ക് നമുക്കൊരു കോഴിയെ മുട്ടയിടിക്കാവുന്ന കണ്ടീഷനിൽ എത്തിക്കാൻ പറ്റും. ആ സ്ഥാനത്താണ് നമ്മൾ മുട്ടയിടാറായ കോഴിക്ക് നമ്മൾ 450 രൂപയോളം കൊടുക്കുന്നത്. അപ്പോൾ അതാരും ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ഡേ ഓൾഡ്, അത് പക്ഷേ അത്ര എളുപ്പമല്ല. കാരണം 1000 കുഞ്ഞുങ്ങളിൽ കുറഞ്ഞ് ഡേ ഓൾഡ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെയുള്ള പ്രശ്നം, പിന്നെ നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന 45 ദിവസം പ്രായമായ അല്ലെങ്കിൽ 50 ദിവസം പ്രായമായ കോഴികളെ വാങ്ങിച്ച് വളർത്തുക. അതിനപ്പുറം ദിവസം പ്രായമായ ഒരു BV380 ഏകദേശം എത്ര രൂപ? ഒരു 145-150 രൂപ വരെയൊക്കെ പോകും. ഒരു 135 മുതൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ,
അതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചു, ഇത് വലുതായി കഴിഞ്ഞ് മുട്ടയിടൽ എങ്ങനെയാണ്, എത്ര ദിവസം തുടങ്ങിയാൽ മുട്ടയിടൽ? അതായത് നന്നായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു 4.5 മാസം ആകുമ്പോൾ തന്നെ, അതായത് നമ്മളൊരു 45 ദിവസം പ്രായമായ കോഴിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ കൃത്യം ഒരു 3 മാസവും കൂടി കഴിയുമ്പോൾ തന്നെ കോഴികൾ മുട്ടയിടാൻ ആരംഭിക്കും. ആദ്യത്തെ മുട്ട കണ്ടു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം ഒരു 80% വരും. ഓക്കെ, എത്ര നാളങ്ങനെ മുട്ടയിടും? ഒരു വർഷം നമുക്ക് നല്ല മുട്ട ഉൽപ്പാദനം പ്രതീക്ഷിക്കാം. അതിനുശേഷം നമുക്ക് അതിനെ ഇറച്ചിക്കായിട്ട് വിൽക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നാടൻ കോഴിയുടെ വില എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പാലായിൽ ഇതിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാടൻ കോഴിക്ക് ഇവിടെ കടക്കാരെടുക്കുന്നത്, ഇറച്ചി കടക്കാരെടുക്കുന്നത് 130 രൂപയ്ക്കാണ് 1 കിലോ. അപ്പോൾ ആ വില തന്നെ ഇതിനും കിട്ടുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല നാടൻ കോഴിയുടെ അത്രയും വരുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിൽ പോലും അത്യാവശ്യം ടേസ്റ്റുള്ള ഇറച്ചിയാണ് ബ്രോയിലർ കോഴിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മുട്ടയുടെ സെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കാടവളത്തിൽ പരിപാടി ഉള്ളത് കൊണ്ട് 5-8 ഹോൾസെയിൽ കടക്കാരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് മുട്ട വിൽക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു 1000-ഓ 2000-ഓ കോഴി ഉണ്ടെങ്കിൽ പോലും മുട്ട വിൽക്കാൻ ഒരു പ്രയാസവും ഇല്ല. പിന്നെ നമ്മളിതിന് അത്രയും കൂട്ടാത്തതെന്ന് വെച്ചാൽ കാടവളത്തിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പം നമുക്കൊരു 1000 BV380 കോഴിയെ വളർത്തണമെങ്കിൽ മിനിമം നമുക്കൊരു 6 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു 1000 കോഴിയെ വളർത്തണമെങ്കിൽ മിനിമം ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഷെഡ് വേണം. പിന്നെ ഒരു കോഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഒരു 3 ലക്ഷം രൂപയോളം കോഴിക്കും ആവും. ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഷെഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപയാവും. പിന്നെ കോഴിക്കും ആവും ഒരു 3 ലക്ഷം രൂപയോളം. അപ്പോൾ ഒരു 6 അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഈ കോഴി വളർത്തലിൻ്റെ ഒരു പ്രശ്നം. കാടവളത്തിലോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദായം കിട്ടുമെങ്കിൽ അപ്പോൾ ഉള്ള വിഷയം ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഈ മുട്ടക്കോഴീനെ വളർത്തണമെങ്കിൽ ഒരു കോഴിക്ക് എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം? ഒരു കോഴിക്ക് 2 സ്ക്വയർ ഫീറ്റ് സ്ഥലം കൊടുത്ത് ലിറ്ററൽ സുഖമായിട്ട് മുട്ടക്കോഴിയെ വളർത്താം. ഒരു കോഴിക്ക് 2 സ്ക്വയർ ഫീറ്റ് സ്ഥലം, അതായത് 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷെഡിൽ നമുക്ക് 50 BV380 കോഴികളെ സുഖമായിട്ട് വളർത്താം. ഒരു പ്രശ്നമുണ്ട്. ഇതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇറച്ചി കോഴികൾക്ക് 1 സ്ക്വയർ ഫീറ്റും മുട്ട കോഴികൾക്ക് 2 കോഴിക്ക് 1 സ്ക്വയർ ഫീറ്റ് കേട്ടോ. അത് പോരാ, അത് ചുമ്മാ പറയുന്നത്. അത് മറ്റേ കേജിൽ അത് ശരിയാണ്. നമ്മൾ ഈ തട്ടായിട്ടുള്ള കേജിൽ അത്രയും സ്ഥലമേ വരുന്നുള്ളൂ. പക്ഷേ ലിറ്റർ വളർത്തുമ്പോൾ അതുങ്ങൾ കൊത്തുകൂടാനും അതുപോലെ ലിറ്റർ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഏകദേശം ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഈ ലിറ്റർ മാറ്റാറുള്ളൂ. അത്രയ്ക്ക് ഡ്രൈ ആയിട്ട് കിടക്കുന്നത് നോക്കിയാൽ കാണാം. വളരെ ഡ്രൈ ആയിട്ടാണ് ലിറ്റർ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതേസമയം മറ്റേ നമ്മൾ തിക്കിയിട്ട് കഴിഞ്ഞാലത്തെ പ്രശ്നം ഈ ലിറ്റർ നനയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കൂടുതൽ കാഷ്ടം അവയ്ക്ക് ലിറ്ററിന് താങ്ങാൻ പറ്റാത്തതിൽ കൂടുതൽ കാഷ്ടം ആ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ ലിറ്റർ നനയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വെള്ളം കൊടുക്കുന്നത് ഒരു പ്രത്യേക ഒരു ബോക്സ് പോലെ തിരിച്ചാണ്. ഓരോ ഈ 50 എണ്ണത്തിന് വീതമുള്ള ഓരോ കള്ളിയിലും വെള്ളപ്പാത്രം ഇരിക്കുന്ന സ്ഥലം നമ്മൾ കെട്ടിത്തിരിച്ച് അതിൻ്റെ മുകളിൽ മെഷിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്നാ വെച്ചാൽ വെള്ളം കോഴികൾ തട്ടി എങ്ങാനും വീണാലും ലിറ്റർ വീഴുകയില്ല. ആ ടാങ്ക് പോലത്തിനകത്തേക്ക് വീണ് പുറത്തേക്ക് ഒഴുകി പോക്കോളും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ലിറ്റർ ഒരിക്കലും നനയില്ല. അപ്പം നമുക്കൊരു 6 മാസം ഒരു കോഴി 1 വർഷം നീളുന്ന ഒരു കോഴിയുടെ മുട്ടയിടയിൽ കാലയളവിനുള്ളിൽ 2 പ്രാവശ്യം മാത്രമേ ലിറ്റർ മാറ്റേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ 100 BV380 വളർത്തുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ ലാഭം? ഒരു ദിവസം ചെലവും മരുന്നും എല്ലാ ചെലവും കഴിഞ്ഞ് 100 BV380 കോഴിയെ വളർത്തിയാൽ നമുക്കൊരു 175 രൂപയോളം ഒരു ദിവസം ലാഭം ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ചെലവും മുട്ട 5 രൂപയ്ക്കെങ്കിലും വിൽക്കാൻ പറ്റിയാൽ. 5 രൂപയ്ക്ക് കുറഞ്ഞിപ്പോൾ മുട്ടയെങ്കിലും വിൽക്കുന്നില്ല. അതേസമയം 6-നോ 7-നോ ഒക്കെ വിൽക്കുന്നവരുണ്ട്. അവർക്ക് അതിനനുസരിച്ച് ലാഭം കൂടി. ഞാൻ 5 രൂപയ്ക്ക് മുട്ട വിൽക്കുന്ന കണക്കാണ് പറഞ്ഞത്. 5 രൂപയ്ക്ക് മുട്ട വിൽക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരു 100 BV380 കോഴികളെ വളർത്തിയാൽ നമുക്കൊരു 175 മുതൽ 200 രൂപ വരെ നമുക്കൊരു ദിവസം ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ തീറ്റയുടെ വിലയൊക്കെ എങ്ങനെയാണ്? തീറ്റയുടെ വില ഇപ്പോൾ SKM-ൻ്റെ ലെയർ മാഷ് വരുന്നത് 1 കിലോയ്ക്ക് 21.5 രൂപയോളം ആവും. അതായത് 100 കോഴിക്ക് 215 രൂപയുടെ ഫീഡ് കൊടുക്കേണ്ടി വരും. ഒരു 5 രൂപയുടെ വൈറ്റമിൻസും എല്ലാം കൂടി കൊടുക്കേണ്ടതായിട്ട് വരും. 220 രൂപ. 80 മുട്ട കിട്ടിയാൽ 400 രൂപയ്ക്കുള്ള മുട്ടയായി. 5 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഇപ്പോൾ 180 രൂപ ലാഭം. പക്ഷേ ഈ 180 രൂപയിൽ ഒരു ചെറിയ പ്രശ്നം BV380 പലരും ഈ മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് പലരും പറയാത്തൊരു കണക്കും കൂടിയുണ്ട് ഇതിനകത്ത്. അതിനകത്തുള്ള കണക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു 100 BV380 കോഴികൾ നമ്മൾ അതിനെ മുട്ട ഇടിയിക്കാനുള്ള ചിലവെന്ന് പറയുന്നത് 290 രൂപ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേസമയം നമ്മൾ ഒരു വർഷത്തിന് ശേഷം ഈ കോഴിയെ വിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു 200 രൂപയിൽ കൂടുതൽ കിട്ടിയില്ല. കാരണം 1.5 കിലോ ഇറച്ചി BV380 ഒരു പ്രത്യേകതയാണ്. അത് 1.5 കിലോ മാക്സിമം 1.25 കിലോയിൽ കൂടുതൽ ഇറച്ചി വരികയില്ല. അപ്പോൾ ഒരു 200 രൂപയെ നമുക്ക് കോഴിയെ വിൽക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ കോഴിക്ക് നമുക്ക് മുടക്കായ തുക എന്ന് പറഞ്ഞാൽ 290 അല്ലേ. അപ്പോൾ ഒരു കോഴിക്ക് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഒരു 90 രൂപയുടെ നഷ്ടം വരും. അപ്പം ആ നഷ്ടം നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് മാറ്റി അങ്ങ് വെക്കുവാന്ന് കൂട്ടുക. അപ്പം നമുക്ക് കിട്ടുന്ന നെറ്റ് ആ ഒരു നഷ്ടവും കൂടി കിട്ടുന്ന മുട്ടയിൽ നിന്ന് വേണം നികത്താൻ. അപ്പം നമുക്കൊരു 160-170 രൂപയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. കണക്ക് പ്രകാരം ഒരു 160 രൂപ നമുക്ക് പിടിക്കാം. എന്ത് കഴിഞ്ഞാലും പിടിക്കാം. കാരണം 100 കോഴിയെ വളർത്തുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ആ കണക്കനുസരിച്ച് 9,000 രൂപയുടെ നഷ്ടം വരുമെന്ന് കൂട്ടാം ഒരു വർഷം കൊണ്ട്. അപ്പോൾ 9,000 രൂപയുടെ നഷ്ടം നികത്താനായിട്ട് ഒരു ദിവസം 30 രൂപ വെച്ച് മാറ്റിയാൽ മതിയല്ലോ. കറക്റ്റ് കണക്കല്ലേ? 30 രൂപ പോലും വേണ്ട. കാരണം 365 ദിവസം ഉണ്ടല്ലോ. 300 ദിവസം കൂട്ടിയാൽ മതി. 300 ദിവസം 30 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 9,000 രൂപയായി.
അപ്പോൾ നമുക്ക് ആ 30 രൂപ കുറച്ചാൽ പോലും 150 രൂപ എങ്ങനെ വന്നാലും 100 കോഴിയെ വളർത്തുന്ന ഒരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നേട്ടം, കോഴി വളത്തിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് എന്തുമാത്രം മുട്ടയുണ്ടെങ്കിലും കാടമുട്ട പോലെയല്ല. കാടമുട്ടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇപ്പം ഒരാൾ വളർത്തുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കാടമുട്ടയ്ക്ക് മാർക്കറ്റ് പിടിക്കാൻ പ്രയാസമാണ്. കോഴിമുട്ടയ്ക്ക് ആ ഒരു പ്രശ്നം നിലവിലില്ല. കാരണം ഇപ്പോഴും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മുട്ട ആവശ്യത്തിനുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച പൈസ ആരും തരുന്നില്ല. അതാണ് പക്ഷേ വലിയൊരു വില പ്രതീക്ഷിക്കരുത്. നമ്മളൊരു 5 രൂപയ്ക്കോ 6 രൂപയ്ക്കോ ഒക്കെ വിൽക്കാൻ പറ്റിയാൽ പോലും ഇത് ലാഭകരമാണ്. നമ്മൾ 7 രൂപയ്ക്കും 8 രൂപയ്ക്കൊക്കെ മൊത്തം വിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്നത്, കിട്ടുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ. 5 രൂപയ്ക്ക് കേരളത്തിൽ ആവറേജ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, നമുക്കതിനെ നാടൻ മുട്ടയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല, നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട എന്നാണ് ഞാൻ അതിന് പറയുന്നത്. ആ മുട്ടയ്ക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ BB3 നമ്മൾ നാടനാണെന്നും പറഞ്ഞ് ആർക്കും കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കാറില്ല, നാടൻ മുട്ടയാണെന്നും പറഞ്ഞല്ല കൊടുക്കുന്നത്. പിന്നെ അതിനകത്തുള്ള ഒരു വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതിനകത്ത്. ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള തനി നാടൻ കോഴികളുടെ ഒഴിച്ച് ബാക്കി കേരളത്തിൽ കിട്ടുന്ന എല്ലാ മുട്ടകളും നാടനല്ല ആക്ച്വലി. ഇപ്പം അതായത് ഇപ്പം ഈ പറയുന്ന ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി പോലുള്ള കോഴികളും എല്ലാം സങ്കരയിനം തന്നെയാണ്. അതേപോലുള്ളൊരു സങ്കരയിനം കോഴി മാത്രമാണ് BB380. ചിലർക്ക് ഒരു പ്രശ്നമുണ്ട്, BB380 എന്ന് കേൾക്കുമ്പോൾ ഈ കോഴി എന്തോ ഒരു അപരാധം ചെയ്ത പോലെ പെരുമാറുന്നവരുണ്ട്. ഇത് ഏതാണ്ട് ഭയങ്കര പ്രശ്നമാണെന്നുള്ള രീതിയിൽ അങ്ങനെയും ധരിക്കേണ്ട കാര്യമില്ല. ഇതൊരു സങ്കരയിനം കോഴി മാത്രമാണ്. ഇപ്പോൾ വെങ്കടേശ്വര കമ്പനി അത് ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് അവർക്ക് അവരുടേതായ റിസർച്ച് മെത്തേഡുകൾ ഉള്ളതുകൊണ്ടും അതിന് മുട്ട ഉൽപ്പാദന ശേഷി കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മിയോ ഒക്കെ ഉൽപ്പാദിപ്പിച്ച് അതേ പ്രക്രിയയിലൂടെ തന്നെയാണ് വെങ്കടേശ്വര ഈ കോഴിയെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അത് വ്യാവസായിക ഉൽപ്പാദനം ലക്ഷ്യമാക്കി ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് അവർ പറയുന്ന രീതി ഫോളോ ചെയ്താൽ മാത്രമേ ആ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനെ അഴിച്ചുവിട്ട് വളർത്തിയാൽ ഈ കോഴി മുട്ടയിടും. ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രിയനെ, ഗ്രാമലക്ഷ്മിയെ പോലെ ഇതിനെ അഴിച്ചുവിട്ട് വളർത്താം. പക്ഷെ അന്നേരം അത് ബിസിനസ് രീതിയിൽ നമുക്ക് മുതലാകിയാലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രേ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ നമ്മൾ ഈ BB380 എങ്ങനെ വളർത്തുന്നുണ്ട്, ഈ BB380 ഇപ്പം ഏകദേശം 1 വർഷം കഴിയുമ്പോൾ ഇറച്ചിക്കായിട്ട് നമ്മൾ ഇറച്ചിക്കായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്തൊരു ബാച്ച് ഇറക്കി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ എപ്പോഴും ഒരു 300 കോഴി ഇവിടെ കാണും. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ളതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ വളർത്തി അത് മുട്ടയിടാൻ തുടങ്ങുമ്പോൾ ഒരു ബാച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ആ മുട്ടയുടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കടകളിൽ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനി അത് ഞാനൊരു അടുത്ത ജൂണിൽ മുട്ടയാകുന്ന രീതിയിൽ ഈ കോഴികളുടെ എണ്ണം ഒരു 500-600 ആക്കാനുള്ളൊരു പ്ലാനുണ്ട്. മുട്ടയ്ക്ക് കാരണം നല്ല ഈ കാടമുട്ട കൊടുക്കുന്നിടത്ത് എല്ലായിടത്തും നാടൻ മുട്ടയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് തികയുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കോഴികളുടെ നല്ലൊരു ശതമാനം മുട്ടയും ഈ കാടമുട്ടയേക്കാളും കൂടെ ഞങ്ങൾക്ക് ലോക്കൽ സെയിലുള്ളത് കോഴിമുട്ടയാണ്. നല്ലൊരു കോഴിമുട്ട. ഇപ്പം മോള് പഠിക്കുന്ന അംഗനവാടിക്കാർ തന്നെ നല്ലൊരു, മോളിപ്പോൾ ഇവിടെ അടുത്തൊരു ഒരു പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ തന്നെ പേരൻസ് ഇതാണ് ഇതിനകത്ത് നല്ലൊരു ശതമാനം മുട്ടയും മേടിച്ചുകൊണ്ട് പോകുന്നത്. കാടമുട്ടയ്ക്ക് പോലും ലോക്കൽ അത്രയും സെയിലില്ല. അപ്പോൾ BB380 കോഴീനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഇതിൽ ഉണ്ടാവുന്നില്ല, നമുക്ക് അറിയാവുന്ന. ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് സംശയങ്ങൾ ഞാൻ ചോദിച്ചു, അതിന് ജോസേട്ടൻ അറിയാവുന്ന കുറച്ച് ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറ്റി, BB380 കോഴിയുടെ കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നുമോ ഞാനിപ്പോൾ BB380 വല്ല ഏജൻ്റാണോ, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ച വീഡിയോ ആണോ എന്ന്. ഒരിക്കലും അല്ല. ഇത് എന്താ പറയുക, ഈ BB380 കോഴീനെ വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത്ര മാത്രമേ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ടിട്ട് BB380 പോയി വളർത്താനായിട്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് പ്രത്യേകമായിട്ട് പറയുന്നു. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ വളർത്തി ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കതിനെ വാങ്ങി വളർത്തി ലാഭം ഉണ്ടാക്കാം. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ആ കോഴീനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ജോസേട്ടൻ വളർത്തുന്നുണ്ട്, ജോസേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ ജോസേട്ടൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ BB380 വിശേഷങ്ങൾ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാനും ശരിക്കും വെങ്കടേശ്വരിയുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പല കോഴികളെയും വളർത്തിയതാണ്. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യമായിട്ടൊരു ഫാം സെറ്റപ്പ് ചെയ്യുന്നത് തന്നെ ഗ്രാമപ്രിയ കോഴികൾ ഉപയോഗിച്ചാണ്. അത് അമ്പേ പൊളിഞ്ഞു പോയി. കാരണം പിന്നീടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയപ്പോൾ ഈ ഓരോ കോഴികളെയും ഓരോ പർപ്പസിനാണ് ഓരോ യൂണിവേഴ്സിറ്റികളാണെങ്കിലും കമ്പനികളാണെങ്കിലും ഇറക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി പോലുള്ള കോഴികളെ ഇറക്കിയ നമ്മുടെ ആ യൂണിവേഴ്സിറ്റികൾ തന്നെ പറയുന്നത് അത് അടുക്കള മുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്താനുള്ള കോഴിയാണ്. അപ്പോൾ ആ കോഴി എന്ന് പറയുന്നത് ലാഭം കിട്ടണമെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അളവിൽ 8-10 കോഴികളെ നമുക്ക് വീട്ടുമുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്തിയാൽ ലാഭകരമാണ്. അല്ലാതെ അതിനെ പിടിച്ച് ഇതേപോലത്തെ ഒരു ഷെഡിൽ കൊണ്ടുപോയിട്ട് ഫുൾ ടൈം ഫീഡും കൊടുത്ത് വളർത്തിയാൽ ഒരിക്കലും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുകയില്ല. അതാണ് കേരളത്തിൽ മുട്ടക്കോഴി വളർത്തൽ ഒരു കാലത്ത് പരാജയപ്പെടാനുള്ള സാധ്യത. ഇപ്പം നമുക്ക് സ്ഥലങ്ങളെല്ലാം അഴിച്ചുവിട്ട് വളർത്താനുള്ള ഏരിയ കുറയുകയും ഈ കീരി, പാമ്പ് അങ്ങനെയുള്ളവയുടെ ഉപദ്രവം കൂടുകയും ചെയ്തപ്പോൾ അഴിച്ചുവിട്ട് വളർത്തുന്നവർക്ക് പോലും ഫലപ്രദമായിട്ട് കോഴി അഴിച്ചുവിടാൻ സാധിച്ചാൽ പോലും കോഴിയെ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പലരും അത് ഉപേക്ഷിച്ചു. ഇവിടെ പോലും ഭയങ്കര കീരിശല്യമൊക്കെ ഉണ്ട് നമ്മുടെ ഈ പറമ്പിൽ പോലും. അപ്പം അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. അപ്പം നമ്മൾ ഓരോ കോഴികളെയും യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അത് ഇറക്കുന്നവർ ഓരോ പർപ്പസിനാണ് ഇറക്കുന്നത്. ചിലത് മീറ്റിനും മുട്ടയ്ക്കുമായിട്ടുണ്ടാകുന്നതാവും, മീറ്റിന് മാത്രമുള്ളത് കാണും. അങ്ങനെ പല പർപ്പസിനാണ് ഇറക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ മുട്ട ഉൽപ്പാദനം മാത്രം ലക്ഷ്യമിട്ട് ഇറക്കിയൊരു കോഴിയാണ്.
അപ്പോൾ ഈ കോഴിയെ മാത്രമേ നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം ഫീഡ് കൊടുത്ത് വളർത്തിയാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഗ്രാമപ്രിയനെ, ഗ്രാമലക്ഷ്മിയെ പോലുള്ള ആ കോഴിക്ക് നമ്മൾ എതിരല്ല. ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഗുണമേന്മയുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കാം. 8 10 എണ്ണത്തിന് നമുക്ക് വീട്ടുമുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്തിയാൽ. പക്ഷേ അതൊരിക്കലും ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 10 50 കോഴിയാകുമ്പോൾ ഒരു വീട്ടിലെയും വേസ്റ്റ് കൊണ്ട് നമുക്ക് 50 കോഴിനെ വളർത്താൻ പറ്റത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം വീടുകളിലെല്ലാം മെമ്പർമാർ കുറവാണ്. 5 3 4 പേരെ കാണുള്ളൂ. 3 4 പേരുള്ള ഒരു വീട്ടിൽ ഒരിക്കലും 50 കോഴിക്ക് കൊടുക്കാനുള്ള വേസ്റ്റ് ഉണ്ടാകുകയില്ല. അപ്പം അങ്ങനെ ഉള്ളിടത്തത് ലാഭമാണ്. പക്ഷേ നമുക്ക് അതിൽ നിന്നൊരിക്കലും ഒരു ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നാടൻ കോഴി, ഇപ്പം നമ്മൾ നാടൻ കോഴിക്കും എതിരല്ല. കാരണം നാടൻ കോഴിയെ നമുക്ക് താല്പര്യമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയെ വളർത്തി മുട്ട വിറ്റ് ഒരിക്കലും ഒരു ഈൽഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ വിൽക്കണം. നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. ചെറിയൊരു ഇൻക്യുബേറ്ററിൻ്റെയോ അല്ലെങ്കിൽ അടവയ്ക്കുന്ന കോഴികളെ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന നാടൻ കോഴിയുടെ മുട്ട, പ്യുവർ നാടൻ കോഴിയുടെ മുട്ട മുഴുവൻ വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കാൻ സാധിച്ചാൽ അതും വരുമാന മാർഗ്ഗമായിട്ട് മാറ്റാം. പക്ഷേ മുട്ട വിറ്റ് ഒരിക്കലും ഒരു നാടൻ കോഴിയെ വളർത്തി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം 10 60 70 അല്ല 90 മുട്ടയാണ് ഒരു നാടൻ കോഴി ഒരു വർഷം ഇടുന്നത്. അപ്പോൾ അഴിച്ചുവിട്ട് വളർത്താമെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാമത് പരിമിതമായ സ്ഥലത്തിലേക്ക് എല്ലാവരും ചുരുങ്ങിയാണ്. 10 15 സെന്റ് താമസിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ച് മിറ്റവും കഴിഞ്ഞിട്ട് മിറ്റത്ത് കോഴി കാക്ഷിച്ച് വയ്ക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ അയലോക്കത്ത് ചെന്ന് അവരുടെ പച്ചക്കറി കൊത്തി തിന്നും. അതിന് അയലക്കംകാരുമായിട്ട് പ്രശ്നമാകും. അവർ പരിപാലിച്ച് വരുന്ന പച്ചക്കറി പ്രത്യേകിച്ചും വേനൽക്കാലത്ത് കോഴി ഏത് പച്ചപ്പ് കണ്ടാലും കൊത്തി തിന്നും. പ്രത്യേകിച്ചും പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു മധുരരസം ഉള്ളതുകൊണ്ട് കോഴിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊത്തി തിന്നും. അങ്ങനെയൊക്കെ കൊണ്ടാണ് ഈ ആളുകൾ കോഴി വളർത്തൽ ഉപേക്ഷിച്ചത്. അപ്പം നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ, ഇത് 100% നാടൻ കോഴിയുടെ ഗുണമുണ്ടെന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ പേര് നമ്മൾ അങ്ങനെ ഒരിക്കലും അവകാശപ്പെട്ടോ ഇത് നാടൻ കോഴിയുടെ മുട്ടയാണെന്ന് പറഞ്ഞോ അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് BV380 മുട്ടയാണെന്നും പറഞ്ഞ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഈ ഏരിയയിൽ കോഴി വളർത്തുന്നവർ തന്നെ ചുരുക്കമാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ് മുട്ടയേക്കാൾ ഭേദമായിട്ട് അത്രേ നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. ഇതേതായാലും ഇതിനകത്ത് നമ്മൾ ഈ വൈറ്റമിൻസ് അല്ലാതെ ഒരു ആൻറ്റിബയോട്ടിക്കുകളോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതിന് കൊടുക്കാറില്ല. ഗ്രോയി പ്ലസ്, ലീവിറ്റിറ്റ്, വിമറാൾ. പിന്നെ ഇതിനങ്ങനെ അസുഖങ്ങൾ വരാറില്ല. ഇതിനൊരിക്കലും ഒരു ആൻറ്റിബയോട്ടിക് ഒന്നും ഉപയോഗിക്കേണ്ട സാഹചര്യം കാടകളെപ്പോലെ പോലും വരാറില്ല. അപ്പോൾ അത്രേ നമ്മൾ ആകെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്നൊരു ദോഷം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതെല്ലാം വൈറ്റമിൻസ് മാത്രമാണ്. പിന്നെ ഈ വാങ്ങിക്കുന്ന ഫീഡ് അത് മാഷാണ് കൊടുക്കുന്നത്, അല്ലെ പെല്ലറ്റ് കൊടുക്കും. ഇത് രണ്ടിനകത്തും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് പുല്ല് അങ്ങനെയുള്ള സാധനം അതിൻ്റെ വേസ്റ്റുകളായി കാണുന്നത്. പച്ചപ്പുല്ല് ഇവിടെ മൊയിൽ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ല് വളർത്തുന്നുണ്ട്. CO3 പുല്ല് എല്ലാ ദിവസവും വെട്ടിയരിഞ്ഞ് കൊടുക്കും. അത് കോഴികൾക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ വാഴയുടെ പിണ്ടി കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പലതരം ചീരകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം മുട്ടയുടെ ഗുണം വർദ്ധിപ്പിക്കാൻ നോക്കാറുണ്ട്. ഫീഡ് കൂടാതെ ഒരു 100 ഗ്രാം ഫീഡും ഒരു 20 ഗ്രാമോളം പുല്ലും അത് ഓരോ ദിവസം മാറി മാറി കൊടുക്കാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കോഴികൾക്ക് വലിയ ഇഷ്ടമാണ്. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കേട്ടല്ലോ. ഇനി കൂടാതെ ഇതിൻ്റെ പിന്നിൽ ഒരു തട്ടിപ്പ് കൂടി ഉള്ളത് കോഴിയുടെ കൂട്. അതെ, ഇതൊരിക്കലും മസ്റ്റല്ല. BV380 വളർത്താൻ വേണ്ടിയിട്ട് ഒരു ഹൈടെക് കേജ് ഒരിക്കലും മസ്റ്റല്ല. അതായത് പലരും പറയുന്നത് ഇതാണ്, ഇത്രയും വില കൂടി 20,000 രൂപ 15,000 രൂപയ്ക്കൊക്കെ ഹൈടെക് കൂടും പ്ലസ് കോഴിയുടെ പൈസ വേറെ, അതൊക്കെ പറഞ്ഞ് അതൊക്കെ നിങ്ങൾ ഓർക്കുക. ഈ മുട്ട കൊടുത്താൽ എത്ര രൂപ ഒരു അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 2 ഇഷ്ടികയുടെ പൊക്കത്തിലൊരു ഷെഡ് ഉണ്ടാക്കി. ഇത് ഈ കൂട് ഇതിലൊരു വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആദ്യമായിട്ട് കോഴി വളർത്തൽ ആരംഭിച്ചപ്പോൾ ആദ്യം കാളയേക്കാൾ മുമ്പ് കോഴിയാണ് തുടങ്ങിയത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി കൂടാ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി കൂടാണ്. വെറുതെ മെഷ് വെച്ച് കെട്ടിയിട്ടേ ഉള്ളൂ. ഈ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് പച്ച മെഷ്, ഏറ്റവും വില കുറഞ്ഞ പച്ച മെഷ് 6 വർഷത്തോളമായി കൂട്. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഇതിനകത്ത് കോഴി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്താൽ നമുക്ക് ഏറ്റവും ചില കുറഞ്ഞ രീതിയിൽ തുടക്കക്കാർക്ക് ഒരു 100 കോഴിയെ വളർത്താൻ അല്ലെങ്കിൽ 50 കോഴിയെ വളർത്താൻ ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഷെഡ് ഉണ്ടാക്കിയാൽ മതി. ഇതേപോലെ തന്നെ ഉണ്ടാക്കി തന്നെ ചെയ്യാൻ മതി. അതുകൊണ്ട് ഹൈറ്റൊക്കെ കുറച്ച് നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ ഈ മെഷൊക്കെ പിടിപ്പിക്കാനുള്ള രീതിക്കാണ് ഈ ഹൈറ്റ് കുറച്ച്. ഈ ഹൈറ്റിൽ പോലും കോഴികൾക്ക് വലിയ ചൂടിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരുന്നുണ്ട്, മുട്ടയിടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഏറ്റവും ചില കുറച്ച് ഹൈടെക് കൂടെ ഒരിക്കലും മസ്റ്റല്ല. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഹൈടെക് കൂട് മേടിക്കേണ്ടെന്നല്ല. അതെ, അങ്ങനെയല്ല ഉദ്ദേശിക്കുക. എനിക്ക് ഹൈടെക് കൂടുകളുണ്ട്. ഇനി അതിന് നമ്മൾ എതിരല്ല. അത് മസ്റ്റല്ല എന്ന് മാത്രം. അതെ, ചെറിയ രോഗത്തിൽ സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഇങ്ങനത്തെ ഒരു കൂട് വെച്ച് കെട്ടിയാൽ മതി. അല്ലെങ്കിൽ വല്ല തൊഴുത്തോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാതെ കിടപ്പുണ്ടെങ്കിൽ അത്യാവശ്യം മെഷി പിടിപ്പിച്ചൊന്ന് എയർ സർക്കുലേഷൻ ഉള്ളതാക്കി എടുത്താൽ മതി. ഉപയോഗിക്കാത്ത ടോയ്ലറ്റുകൾ പുറത്തുള്ളവരോ തൊഴുത്ത് പുറത്തുള്ളവരോ ഒരു ഏരിയ ഉപയോഗിക്കാനുള്ള മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പോൾ തൊഴുത്തുകളെല്ലാം പശു വളർത്തലൊക്കെ കുറഞ്ഞതുകൊണ്ട് തൊഴുത്തുകളെല്ലാം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അല്ലെ പണ്ടത്തെ വിറക് വരെ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് മെഷൊക്കെ വെച്ച് പാമ്പും കീരിയൊന്നും കയറാത്ത ഇതിലൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്ത് തറ പോലും കോൺക്രീറ്റ് ചെയ്യണമെന്നില്ല. പുതിയ ഇതനുസരിച്ച് നന്നായിട്ട് മണ്ണൊന്ന് ഇടിച്ച് ഉറപ്പിച്ചാൽ മാത്രം മതി. അതാണ് നല്ല റിസൾട്ട് കാണിക്കുന്നതെന്നാണ് ഇപ്പം പലരും പറയുന്നത്. ഞാൻ തറ കോൺക്രീറ്റ് നമുക്കൊന്ന് അറിവില്ലായ്മ കൊണ്ട് തറ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പം നല്ല ഗ്രോത്ത്, സിമെന്റ് ഇട്ട തറയേക്കാൾ കൂടുതൽ നല്ല ഗ്രോത്ത് കാണിക്കുന്നത് പോലും മൺതറയിലാണെന്നാണ് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ടുകൾ പറയുന്നത്. പലരും നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ പോലും ആയിരക്കണക്കിന് ബ്രോയിലർ കോഴികളെ വളർത്തുന്നവർ പോലും ഇപ്പോൾ ഷെഡ് കോൺക്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ള വിഷയം എന്നാൽ ചെറിയൊരു വെള്ളം വീണാൽ പോലും ഇത് വലിഞ്ഞു പോകുന്നതുകൊണ്ട് സ്മെല്ലും കുറവാണെന്നാണ് പറയുന്നത്. ഞാൻ പ്രകൃതിയായിട്ട് നേച്ചറുമായിട്ട് ഒന്നും കൂടി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സ്മെല്ലും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ അങ്ങനെയും ചില കുറയ്ക്കാം. അപ്പോൾ ആകെ വരുന്നൊരു പ്രശ്നം കുറച്ച് പൈപ്പുകളും കുറച്ച് മെഷുകളും മാത്രം മതിയാവും. ഓക്കെ.
ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് BV380യുടെ വിശേഷങ്ങൾ. ജോസേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് മീഡിയ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബെങ്കിലും ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് മീഡിയ എന്നുള്ള ഫേസ്ബുക്ക് പേജും കൂടി ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ BV380 ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോസേട്ടനെ കോൺടാക്റ്റ് ചെയ്യാം. അതായത് ഞാൻ ജോസേട്ടനെ കോൺടാക്ട് ചെയ്യാമെന്ന് വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഞാനില്ല. അപ്പോൾ അതുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവർ വളർത്തുന്നവരോട് ചോദിച്ചാൽ അതിൽ കൂടുതലായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് വളർത്തുന്ന ഒരാളാണ് ജോസേട്ടൻ. അപ്പോൾ ജോസേട്ടനോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജോസേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.